ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നഗസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾപൂളിൻ്റെ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കിടുക്കാച്ചി റെഫ്രിജറേറ്ററിൻ്റെ അൺബോക്സിംഗ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിന്ന് കാണുന്നത്. അതും വളരെ ചുളുവിൽ എന്ന് പറയാൻ പറ്റില്ല, വളരെ GST കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരിടത്തു നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ വേൾപൂൾ റെഫ്രിജറേറ്ററിൻ്റെ അൺബോക്സിംഗ് കിടുക്കാച്ചി വീഡിയോ ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ സ്വന്തം അളിയനായ സുൽഫി അങ്ങോട്ട് കട്ട് ചെയ്ത് ചന്ന പിന്നായിട്ട് അതിൻ്റെ ബോക്സ് എല്ലാം വലിച്ചു വാരി ഇടാനാണ് പോകുന്നത്. മുകളും കട്ട് ചെയ്ത് സൈഡും കട്ട് ചെയ്ത് എല്ലാ സൈഡും കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നൊരു ശീലം കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മെയിൻ ജോലി അൺബോക്സിംഗ് ആണെന്ന് തോന്നും. പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട, പുള്ളിക്കാരൻ തന്നെയാണ് പോയി വാങ്ങിച്ചു തരാൻ വേണ്ടി നമ്മുടെ മുൻപന്തി നിന്നത്. മുകളിലെ തെർമോക്കോളൊന്നും പൊട്ടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ സുൽഫി അളിയൻ്റെ അടുത്ത് പറഞ്ഞത്. സുൽഫി അളിയൻ എല്ലാം കെയർഫുള്ളായിട്ട് തന്നെയാണ് ഓരോ ബോക്സും നല്ല രീതിയിൽ തന്നെയാണ് പതുക്കെ ഓപ്പൺ ചെയ്ത് തറയിലോട്ടിടുന്ന സമയത്ത് ബോംബ് പൊട്ടുന്ന സൗണ്ടാണ്. എന്താ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ തന്നെ കത്രിക തൊട്ടടുത്തിന് നമ്മുടെ ഇർഫാൻ്റെ അടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെ നിന്ന് ഓപ്പൺ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. പുള്ളിക്കാരൻ തേരാപ്പാര നിന്നിട്ട് ഏറ്റവും അവസാനത്തെ സൈഡിലുള്ള ആ ഹൂക്കുള്ള സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് കട്ട് ചെയ്ത് തുറക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ വേൾപൂളിൻ്റെ 182 ലിറ്ററുള്ള ഈ റെഫ്രിജറേറ്ററിൻ്റെ അൺബോക്സിങ് ക്രെഡിറ്റ് നമ്മുടെ സ്വന്തം അളിയന് തന്നെ കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ ഞാൻ അൺബോക്സിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മിക്കു റോക്ക് നഗസ് വ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഫുഡ് ട്രാവൽ വീഡിയോസാണ്. അതോടൊപ്പം തന്നെ നഴ്സായിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന മെഡിക്കൽ വീഡിയോസാണ്. അപ്പോൾ റെഗുലറായിട്ടുള്ള വീഡിയോസിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അപ്പോൾ വേൾപൂളിൻ്റെ 182 ലിറ്ററുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ സ്വന്തം അളിയൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. 15,800 സംതിങ് രൂപയാണ് ഇതിനായിട്ടുള്ളത്. അങ്ങനെ പ്രൊഫഷണലായിട്ട് പുള്ളിക്കാരൻ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഓരോ ഭാഗം ഓപ്പൺ ചെയ്ത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരാനാണ് നമ്മുടെ സ്വന്തം അളിയൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഓരോന്നായിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സ്വന്തം അളിയൻ്റെ തന്നെ അൺബോക്സിംഗ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബല ബാഹുബലി എന്നുള്ള രീതിയിൽ ആ ഫ്രിഡ്ജിനെ പുട്ടും പഴവും പോലെയാണ് പൊക്കിയെടുത്തത് ഫ്രണ്ട്സ്. നമ്മുടെ ഇർഫാനാണെങ്കിൽ പെട്ടെന്ന് അടിയിലുള്ള തെർമോക്കോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ച് നീക്കി അങ്ങ് എടുക്കുകയാണ്. അവൻ്റെ പുതിയ ഫിഷ് ടാങ്കിൽ സൈഡിലൊക്കെ വയ്ക്കാൻ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അങ്ങ് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ 182 ലിറ്ററിൻ്റെ വേൾപൂൾ അൺബോക്സിംഗ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. റെഫ്രിജറേറ്റർ പതുക്കെ പൊക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ ടപ്പോ എന്നങ്ങ് പൊക്കുകയാണ്. പൊക്കിയിട്ട് പറയണം വെറും 3-4 കിലോ ഇതിന് വെയിറ്റ് ഉള്ളതെന്ന്. 3-4 കിലോ ഉള്ള വെയിറ്റുള്ള വേൾപൂൾ റെഫ്രിജറേറ്റർ സംഭവം കൊള്ളാം. അങ്ങനെ നമ്മുടെ ബ്രദറും കൂടെ സൈഡിൽ നിന്ന് സ്റ്റിക്കറൊക്കെ ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മെയിൻ ആയിട്ടുള്ള സെക്ഷൻ കാണാം. ഓക്കെ, നമ്മുടെ വേൾപൂളിൻ്റെ ഒരു 182 ലിറ്റർ നമ്മുടെ പട്ടാള ക്യാമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതായത് ക്യാൻറ്റീൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ അൺബോക്സിങ് കാണിച്ചായിരുന്നു. ഇനി ഈ ഒരു ഫ്രിഡ്ജിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നോക്കാം. ഏകദേശം 15,800 സംതിങ് രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 182 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജാണ്. വേൾപൂളിന്റെ ഫ്രിഡ്ജാണ്. 10 വർഷത്തെ വാറന്റി ഉണ്ട്. 4.4 സ്റ്റാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ റെക്കോർഡിംഗ് ആയിട്ടുള്ളത് 4 സ്റ്റാർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ ആയിട്ട് തന്നെ ഇതിന്റെ അകത്ത് ഒരു ഫ്രീസർ ഉണ്ട്. ഫ്രീസറിലാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാൻ വേണ്ടിയുള്ള 2 ട്രേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം റെഗുലേറ്റർ ഉണ്ട്, കുറയ്ക്കാൻ വേണ്ടിയുള്ള റെഗുലേറ്റർ ഉണ്ട്. കൂളിംഗ് കൺട്രോൾ ആണ്. പിന്നെ അത് തന്നെ ഡീഫ്രോസ്റ്റിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യും, നമുക്ക് മാനുവൽ ആയിട്ടും ഡീഫ്രോസ്റ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇവിടെ താഴെ ഒരു അറവുണ്ട്, പാലെല്ലാം ഇടാൻ വേണ്ടി പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴ്ന്നു പോകും. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ന്നു പോകും. പിന്നെ അതുകൂടാതെ താഴെ 2 അറകളുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വെജിറ്റബിൾസ് വയ്ക്കാൻ വേണ്ടിയുള്ള 2 അറകളുണ്ട്. ഈ അറ കൂടാതെ തന്നെ താഴെ ഒരു ചെറിയൊരു അറകളുണ്ട്. ഈ അറയിൽ ചെറിയൊരു കൂളിംഗ് മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ സൈഡിൽ കുറച്ച് അറകളുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് മുട്ട വെക്കാൻ വേണ്ടിയുള്ള ഒരു അറവുണ്ട്. പിന്നെ മെഡിസിൻ സോൺ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഇൻസുലിനൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇൻസുലിനൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു അറയുണ്ട്. പിന്നെ താഴെ അല്ലാതെ നമുക്ക്
വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസോ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂളിംഗ് വേണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു അറയാണ് ഈ ഒരു സൈഡിലുള്ള അറ. അത്യാവശ്യം കൊള്ളാം. 182 ലിറ്ററാണ്. നമ്മൾ മിലിറ്ററി ക്യാൻറ്റീൻ വാങ്ങിച്ചതിന്റെ പേരിൽ 15,800 സംതിങ് രൂപ മാത്രമേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും മിലിറ്ററിയിൽ എല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മിലിറ്ററിയിൽ മിലിറ്ററിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് റേറ്റ് കുറച്ചും അതുകൂടാതെ തന്നെ നമുക്ക് GSTയിൽ കുറച്ച് ഇളവൊക്കെ ആണെങ്കിൽ നമുക്ക് മിലിറ്ററി ക്യാൻറ്റീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.